ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിവൈഡ് ആൻ 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:2. നമ്മൾ 1:2 എടുക്കുമ്പോൾ 1+2 എന്നുള്ള 3 എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തിനും 1നെയും 2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ 2:4 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ രണ്ടിനെയും ഒരേ നമ്പർ റേഷ്യോ ചേഞ്ച് ആവുന്നില്ല. ഇവിടെ നമുക്ക് 8 cm ലെങ്ത്തുള്ള ലൈനെ 1:2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്ത് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 cm ആൻഡ് ദി സൈഡ്സ് ഇൻ ദ റേഷ്യോ 5:3. 30 cm പെരിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കണം? 5:3 ആയിരിക്കണം. ഇവിടെ പെരിമീറ്റർ അല്ലേ 30 cm, അതായത് 2 × L+B ആണ് 30 cm. അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് L+B എന്നുള്ള എന്തായിരിക്കും? ഈ 30 cm ഹാഫ്, അതായത് 15 cm ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 15 cm 5:3 എന്ന് കട്ട് ചെയ്താൽ നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ അല്ലേ 5:3. അന്നേരം പ്ലസ് 15 cm എന്ത് ചെയ്താൽ മതി? 5:3 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 10 cm ആൻഡ് ദി റേഷ്യോ ഓഫ് ദി സൈഡ്സ് 2:3:4. നമുക്കിപ്പോൾ ഈ 10 cm നീളമുള്ള ലൈനിനെ 2:3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്ത് കിട്ടി. ഞാൻ സെൻറ്റർ പാർട്ട് ബേസായിട്ടും ബാക്കി 2 പാർട്ട് കോമ്പസിലും എടുത്ത് ആർക്ക് വരച്ചിട്ട് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 15 cm ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് 15 cm, അതായത് 2 × L+B ആണ് 15 cm. നമുക്കിവിടെ സൈഡ്സിൻ്റെ റേഷ്യോ അല്ലേ 3:4 എന്ന് തന്നിരിക്കുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് 3:4. അതായത് നമുക്ക് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. 15/2 ആയിരിക്കും ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് 7.5 cm.
നമുക്ക് കിട്ടിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റേഴ്സും സൈഡ്സിൻ്റെ റേഷ്യോ 3:4 ആയിരിക്കും. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദി ടൈപ്സ് ബിലോ ഓഫ് പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ. ആദ്യത്തെ എന്താണ്? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. നമുക്ക് എന്തൊക്കെ റേഷ്യോ എടുക്കാം? 1:1:1 എടുക്കാം, 2:2:2 എടുക്കാം, 3:3:3 എടുക്കാം. ഞാൻ ഇവിടെ 3:3:3 എടുത്തു. അടുത്തത് സൈഡ്സിൻ്റെ റേഷ്യോ 3:4:5 ആണ്. അടുത്തത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് ലാറ്ററൽ സൈഡ്സ് 1.5 ടൈംസ് ദി ബേസ്. ഞാൻ ബേസ് 1 ആയിട്ട് എടുത്താൽ ബേസിൻ്റെ 1.5 ടൈംസ് എന്ന് വെച്ചാൽ 1/1 1/2. 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. 1/2 അല്ലേ? 1 + 1/2 3/2 എന്ന് എഴുതാം. അതിൻ്റെ റേഷ്യോ എന്തായിട്ട് വരും? 3/2:1:3/2 എന്ന് വരും. ഇനി നമുക്ക് റേഷ്യോയിൽ ഫ്രാക്ഷൻ നമ്പർ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൊത്തത്തിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ആ ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അന്നേരം അത് 3/2 × 2 1 × 2 3/2 × 2 എന്ന് വരും. ഈ 3/2 × 2 അതായത് 2ഉം 2ഉം ക്യാൻസലായി പോകും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അടുത്ത 1 × 2 എന്നുള്ള എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അടുത്ത 3/2 × 2 എന്നുള്ള എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അന്നേരം റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് എന്താവും? 3:2:3 എന്ന് കിട്ടും നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മുടെ റേഷ്യോ 3:4:5 ആണ്. അടുത്തത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. റേഷ്യോ 3:2:3. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രപ്പീസിയം ദി ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദി സെയിം റേഷ്യോ. ഏതൊരു ട്രപ്പീസിയം എടുത്താലും ഇതിനെ ഡയഗണൽസ് കട്ട് ചെയ്യുന്നത് ഒരേ റേഷ്യോയിലായിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ഒരു ട്രപ്പീസിയം ABCD വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയഗണൽസ് AC-യും BD-യുമാണ്. ഇത് കൂട്ടിമുട്ടുന്ന പോയിൻറ്റിനെ ഞാൻ O എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗണൽസ് കട്ട് ചെയ്യുന്ന ഒരു റേഷ്യോയിലാണെന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അത് നമുക്ക് എന്ത് കിട്ടേണ്ടത്? OD/OB = OC/OA എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. OD/OB = OC/OA ഇതാ നമുക്ക് കിട്ടാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ CD-ക്ക് പാരലായിട്ട് OE-യിലൂടെ ഒരു ലൈൻ വരയ്ക്കുവാണ്. CD-ക്ക് പാരലായിട്ട് OE നമ്മൾ പേര് കൊടുക്കുവാണെങ്കിൽ OE കൂടെ ഒരു ലൈൻ വരച്ചു.
ആ ലൈൻ ഒ ഇ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. ഈ ലൈൻ എ ബിക്കും എന്തായിരിക്കും? പാരലലായിരിക്കും. ഒ ഇ എന്ന് പറയുന്ന ലൈൻ സി ഡിക്കും എ ബിക്കും പാരലലായിരിക്കും. ഇനി നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവുക. കൺസിഡർ ദി ട്രയാങ്കിൾ എ ബി ഡി. എ ബി ഡി കൺസിഡർ ചെയ്യുമ്പം ഒ ഇ ആർക്ക് പാരലലാണ്? എ ബിക്ക് പാരലലാണ്. ഒ ഇ എന്ന് പറയുന്ന ലൈൻ എ ബിക്ക് പാരലലാണ്. ഈ പാരലലാവുമ്പം ഈ ലൈൻ എ ഡി എയും ബി ഡി എയും ഒരേ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് അത്. ഈ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി ഇ ബൈ എ ഇ ഈക്വൽ ടു ഡി ഒ ബൈ ബി ഒ എന്ന് എഴുതാം. എഴുതിക്കൂടെ? അതിനൊരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? എങ്ങനെ? ഡി ഇ ബൈ എ ഇ ഈക്വൽ ടു ഡി ഒ ബൈ ബി ഒ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവുക. കൺസിഡർ ദി ട്രയാങ്കിൾ എ സി ഡി. എ സി ഡി കൺസിഡർ ചെയ്യുമ്പോൾ ഒ ഇ ആർക്ക് പാരലലാണ്? സി ഡിക്ക് പാരലലാണ്, എ ബിക്കും പാരലലാണ് അല്ലേ? അത് ഇവിടെ എന്താണ്? ഇതിന് രണ്ട് സൈഡ്സിനെയും ഒരേ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഏത് രണ്ട് സൈഡ്സിനെയാണ്? ഇവിടെ എ ഡി എയും എ സി എയും ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ഇ ബൈ എ ഇ ഈക്വൽ ടു ഒ സി ബൈ ഒ എ ഒ എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നിങ്ങൾ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്താ? ഈക്വൽ ആണ്. അത് റൈറ്റ് സൈഡ് എന്ത് തന്നെ ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നമുക്ക് എന്ത് കിട്ടും? ഡി ഒ ബൈ ബി ഒ ഈക്വൽ ടു ഒ സി ബൈ എ ഒ എന്ന് കിട്ടും. എ ഒ ആണ്. ഒ സി ബൈ എ ഒ. നമുക്ക് കിട്ടേണ്ട എന്താ? ഒ ഡി ബൈ ഒ ബി ഈക്വൽ ടു ഒ സി ബൈ ഒ എ. നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? കറക്റ്റാണ്, തിരിച്ചെഴുതിയാൽ മതി.